ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യവും അവിടുത്തെ പ്രത്യേകമായ സഹായവും എനിക്ക് എപ്പോഴും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ പല വേദികളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, പ്രസംഗിക്കാൻ പോകുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി, ഒരു ശക്തിയായി, ചൈതന്യമായി വേണ്ടതെല്ലാം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ആ അനുഭവത്തിലാണ്, ആ സന്തോഷത്തിലാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്തായിരിക്കുന്നുവോ, എന്തു പറയുന്നുവോ, എന്തു ചെയ്യുന്നുവോ അതെല്ലാം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതാണെന്നും അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണെന്നും ഏറ്റുപറഞ്ഞുകൊണ്ട്, അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ സംസാരിക്കാൻ അവിടം തന്നെ വിളിച്ച, അവിടം തന്നെ അനുവദിച്ച ഈ ദിവസത്തെ ഓർത്ത് ഒത്തിരി നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ശക്തിയുടെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ ഉള്ളിൽ നിരന്തരം വസിച്ചുകൊണ്ട് നമ്മെ സ്നേഹത്തിലേക്കും പ്രാർത്ഥനയിലേക്കും ദൈവൈക്യത്തിലേക്കും ഒക്കെ നയിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ഈ ലോകത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദൈവീക ചൈതന്യം, അത് ദൈവത്തിൻ്റെ ചൈതന്യമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നത്, മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഈശോ മിശിഹ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്ന സമയമായപ്പോൾ ഈ ലോകത്തിൽ അവസാനം വരെ അവിടുത്തെ ചൈതന്യം ഉണ്ടാകുവാൻ, ഈശോ പഠിപ്പിച്ചതെല്ലാം ഈ ലോകത്തിന്റെ അവസാനം വരെ തുടർന്നുകൊണ്ട് പോകുവാൻ, താൻ എന്തിന് ഈ ലോകത്തിലേക്ക് വന്നോ അത് പൂർത്തീകരിക്കാൻ ഈശോ അതിയായി ആഗ്രഹിച്ചു. അതുകൊണ്ട് ഈശോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിത്യവും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ അവിടുന്ന് ഒരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം ലോകം അതിനെ അറിയുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ അവനെ കാണുന്നു, അവിടുന്ന് നിങ്ങളിലാണ്, നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അപ്പൊ കർത്താവ് ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ ഈ ശിഷ്യ സമൂഹത്തിലേക്ക്, ഈ സഭയിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് വെച്ച് തന്നിട്ടാണ് അവിടുന്ന് ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഈ വാഗ്ദാനം അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തില് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ഈശോ പറഞ്ഞു, ഉന്നതത്തിൽ നിന്നുള്ള ദാനത്തിനായി നിങ്ങൾ കാത്തിരിക്കുവിൻ, പ്രാർത്ഥിച്ച് കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ ധൈര്യമുള്ളവരാകും. ഞാൻ പറഞ്ഞതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുവാൻ ശിഷ്യന്മാരെ സഹായിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തില് നമ്മൾ ഈ ഈശോയുടെ വാഗ്ദാനം പൂർത്തീകരിക്കുന്നതായിട്ട് കാണുകയാണ്. പരിശുദ്ധാത്മാവ് പ്രത്യേകമായ സവിശേഷമായ രൂപത്തില് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു. അത്രയും നാള് പേടിച്ചിരുന്ന അവര് ധൈര്യശാലികളായിട്ട് കർത്താവിന്റെ സുവിശേഷം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ, ഈശോയെ മനസ്സിലാക്കാൻ, സഹനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, ഉത്ഥാനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, ഈ ലോകത്തിൽ അവരുടെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ പ്രാപ്തരായി. അവരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ഇറങ്ങിപ്പോയി പരിശുദ്ധാത്മാവിന്റെ ഈ പ്രത്യേകമായ ശക്തിയോടെ. ഈ പരിശുദ്ധാത്മാവ് ആരാണെന്ന് ചോദിച്ചാല്, പരിശുദ്ധാത്മാവിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങള് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട്, ഒരു ശക്തിയായിട്ട്, തൊട്ടെടുക്കാവുന്ന ഒരു സാന്നിധ്യമായിട്ട് ശിഷ്യ സമൂഹത്തില് ശിഷ്യന്മാരോടുകൂടെ ഉണ്ടായിരുന്നു. പിന്നീട് സഭ വളർന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഭയില് സംശയങ്ങളുണ്ടായി. അങ്ങനെ AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസിൽ വെച്ച് പരിശുദ്ധാത്മാവ് ആരാണെന്ന്, പരിശുദ്ധാത്മാവ് എന്താണെന്ന് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നുണ്ട്. കർത്താവും ജീവദാതാവുമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തോടൊത്ത്
പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും എന്നാൽ സത്തയിൽ പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും എന്നാണ് പരിശുദ്ധാത്മാവിനെ നിർവചിക്കുന്നത്. പിതാവിനോടും പുത്രനോട് സമനായ ദൈവവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ആത്മാവുമാണ് പരിശുദ്ധാത്മാവ്. അതായത് ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, ഉത്ഥാനത്തിന്റെ ആത്മാവ്, വാഗ്ദാനത്തിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ്, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ്, അങ്ങനെ നിരവധി പേരുകളിൽ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. ഈശോയുടെ ആദ്യത്തെ മനുഷ്യാവതാരത്തിന്റെ നിമിഷം മുതൽ മരണം വരെ ഈശോയെ അനുഗമിച്ച ദൈവത്തിന്റെ ആത്മാവാണ്. അത്യുന്നതന്റെ ശക്തിയായിട്ട് മാതാവിൽ ഇറങ്ങി വന്ന് മനുഷ്യാവതാരം നിർവഹിച്ച പരിശുദ്ധാത്മാവ് ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം ഈശോയെ മുന്നോട്ട് നയിച്ചു. ആ പരിശുദ്ധാത്മാവ് സഭയില് സന്നിഹിതനായിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ അവ മോചിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപം ബന്ധിച്ചാൽ അവ ബന്ധിക്കപ്പെടും. കൂദാശകളിലൂടെ, സഭയിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈശോയിൽ എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയായതുപോലെ ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങളും പന്തക്കുസ്തായിൽ പൂർത്തിയായി. ഈ പന്തക്കുസ്ത അനുഭവം എന്നൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് സഭാരഹസ്യം, ത്രിത്വരഹസ്യം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള രഹസ്യം ഒക്കെ നമുക്ക് വെളിവാകുന്നത്. പന്തക്കുസ്ത എന്നൊരു സംഭവം, ഒരനുഭവം, ഒരു വെളിപാടില്ലായിരുന്നെങ്കിൽ ഈ രക്ഷാകര ചരിത്രം തീർച്ചയായിട്ടും അപൂർണമാകുമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് രക്ഷാകര ചരിത്രത്തിന്റെ കേന്ദ്രമായിട്ട് ഈശോ ഈ ലോകത്തിൽ വെച്ചിട്ട് പോയത്. ഈശോ ഈ ലോകത്തിൽ പൂർത്തിയാക്കാനായിട്ട് വെച്ചിട്ട് പോയത്. ഈ ദൈവത്തിന്റെ ആത്മാവ്, ഈ ശക്തിയുടെ ആത്മാവ്, ഈ ദൈവം തന്നെ, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പിതാവിനോടൊത്ത് ദൈവമാണ്. പുത്രനെ പോലെ ദൈവമാണ്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നത് കൊണ്ട് സത്തയിൽ പരിശുദ്ധാത്മാവിന് സ്ഥാനം കുറവൊന്നുമില്ല. പിതാവിനോട് തുല്യനാണ്, പുത്രനോട് തുല്യനാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് സഭയില് നമ്മുടെ കൂടെ ആയിരിക്കുന്ന, നമ്മുടെ കൂദാശകളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അടയാളങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കണ്ടെത്തുന്നത്. നിരവധിയായ അടയാളങ്ങള് സഭയിലും വിശുദ്ധ ഗ്രന്ഥത്തിലുമൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ജലം. ജലം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, കർത്താവ് യേശു മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിച്ചപ്പോൾ അവിടുത്തെ വിലാപ്പുറത്ത് കുന്തംകൊട്ടുകുത്തി അവിടെ നിന്ന് രക്തവും ജലവും പുറപ്പെട്ടു. ആ ജലം മാമോദീസ വഴി നമ്മെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായിട്ടാണ് സഭ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നത്. രക്തം വിശുദ്ധ കുർബാനയെയും ജലം പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈശോയിൽ നിന്ന് തന്നെ പുറപ്പെട്ട ആത്മാവ് നമ്മളിൽ മാമോദീസായിലൂടെ വസിക്കുന്നത് ആയിട്ടാണ് കുരിശിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. രണ്ടാമതായിട്ട് അഭിഷേകം. അഭിഷേകത്തിന്റെ രൂപത്തിലാണ് വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തുന്നത്. കർത്താവിന്റെ ആത്മാവ് അഭിഷേകം ചെയ്ത പ്രവാചകന്മാരിലും നിയമജ്ഞരിലും പ്രവാചകന്മാരിലും ഒക്കെ ന്യായാധിപന്മാരിലും ഒക്കെ പഴയ നിയമകാലത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആ ആത്മാവ് തന്നെയാണ് അഭിഷേകമായിട്ട് ഇന്ന് പൗരോഹിത്യത്തിലൂടെ, കൂദാശകളിലൂടെ ഒക്കെ ഇന്ന് സഭയിൽ സന്നിഹിതനാകുന്ന പരിശുദ്ധാത്മാവ്. മൂന്നാമതായിട്ട് അഗ്നി. പന്തക്കുസ്താ ദിവസം നമ്മൾക്കറിയാം, പരിശുദ്ധാത്മാവിനെ ജ്വലിക്കുന്ന തീ നാവുകളായിട്ടാണ് നമ്മൾ കാണുന്നത്, വിശുദ്ധ ഗ്രന്ഥം വെളിപ്പെടുത്തുന്നത്. അതായത് ജ്വലിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതാണ് അഗ്നിയുടെ പ്രതിരൂപം. കത്തി ജ്വലിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, അഭിഷേകം ചെയ്യുന്ന ആത്മാവ്, അതാണ് അഗ്നിയിലൂടെയുള്ള സാന്നിധ്യമായിട്ട് പരിശുദ്ധാത്മാവ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ കരം. ശിശു വളർന്നു, ദൈവത്തിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് സ്നാപക യോഹന്നാനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്.
തന്നെ നമ്മൾ കാണുന്നുണ്ട് പ്രാവ്. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതായിട്ട്, ഇങ്ങനെ നിരവധിയായ പ്രതീകങ്ങളിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധാത്മാവ് കൂദാശകളില് പാപമോചനമായിട്ട്, ശക്തിയായിട്ട് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. വാസ്തവത്തില് ഒരു നിമിഷം കണ്ണടച്ചാല് പരിശുദ്ധാത്മാവിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവും നമ്മളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഒന്ന് കണ്ണടയ്ക്കുന്ന ദൂരം, ഒന്ന് പ്രാർത്ഥിക്കുന്ന അകലം, അത്രമേ ഉള്ളൂ. നമ്മുടെ ഉള്ളില് നമ്മളെക്കാൾ അധികം നമ്മോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് നന്മയുടെ പാഠങ്ങൾ പകർന്നു തരുന്ന, ദൈവസ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആ ദൈവത്തിന്റെ ആത്മാവ്, ആ മനസ്സാക്ഷിയുടെ സ്വരം, അതാണ് നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എന്റെ ചെറുപ്പത്തിലേക്ക് വീട്ടിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ പ്രകാശത്തിന്റെ ഗതികൾ ആകാശത്ത് നിന്ന് അയച്ചു തരണമേ, അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ, എത്രയും നല്ല ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന്റെ മാധുര്യമുള്ള വിരുന്നേ, മാധുര്യമുള്ള തണുപ്പേ, അലച്ചിലിൽ സ്വൈര്യമേ, ഉഷ്ണത്തിൽ തണുപ്പേ, കരച്ചിലിൽ സുഖമേ, എഴുന്നള്ളി വരണമേ, എത്രയും നല്ല ആനന്ദത്തോടുകൂടിയിരിക്കുന്ന പ്രകാശമേ, നിന്റെ വിശ്വാസികളുടെ ഹൃദയങ്ങളെ, ഉള്ളുകളെ നീ നിറയ്ക്കണമേ, നിന്റെ വെളിവ് കൂടാതെ മനുഷ്യരിൽ ദോഷമല്ലാതെ ഒന്നുമില്ല, അറപ്പുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, മുറിവേറ്റിരിക്കുന്നത് സുഖപ്പെടുത്തണമേ, രോഗപ്പെട്ടത് പൊറുപ്പിക്കണമേ, നേർവഴിയില്ലാതെ പോയത് തിരിക്കണമേ, നിന്നിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് നിന്റെ 7 വിശുദ്ധ ദാനങ്ങൾ കൊടുക്കണമേ, ഭാഗ്യമരണവും പുണ്യയോഗ്യതയും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരണമേ. ഈ പ്രാർത്ഥന കേട്ടാണ് 3 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായ ഒരു അടുപ്പവും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ഒക്കെ ആ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, അങ്ങയുടെ പ്രകാശത്തിന്റെ കതിരുകൾ അയച്ചു തരണമേ, അഗതികളുടെ പിതാവേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് വളരെ പ്രത്യേകമായ വിധത്തില് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വളരെയേറെ ധൈര്യവും ശക്തിയും ഒക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് ഇതോടൊപ്പം സാക്ഷ്യപ്പെടുത്തുകയാണ്. വീണ്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുതെന്ന് പൗലോസ് ലീഹാം എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് പറയുന്നുണ്ട്. എന്താണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ എങ്ങനെയാണ് വേദനിപ്പിക്കുന്നത്? നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവ് ദാനങ്ങളും ഫലങ്ങളുമായിട്ടാണ് ഇറങ്ങി വരുന്നത്. നിക്കോദേമോസിനോട് സംസാരിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയത്തില്ല, അതുപോലെയാണ് പരിശുദ്ധാത്മാവ്. ആത്മാവ് എവിടെ നിന്ന് വരുന്നെന്നും അറിയത്തില്ല, എവിടേക്ക് പോകുന്നെന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, മരങ്ങള് കുലുങ്ങുമ്പം കാറ്റ് വീശുന്നുണ്ടെന്ന് നമുക്കറിയാവുന്നത് പോലെ ഫലങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്താണ്? സമാധാനം, സന്തോഷം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, കാരുണ്യം, വിശ്വസ്തത, ആത്മസംയമനം, അങ്ങനെ എല്ലാ പുണ്യങ്ങളും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ സന്തോഷം ഉണ്ടായിരിക്കും, സമാധാനം ഉണ്ടായിരിക്കും, ആനന്ദമുണ്ടായിരിക്കും, കാരുണ്യമുണ്ടായിരിക്കും, വിശ്വസ്തതയുണ്ടായിരിക്കും. ഈ ഫലങ്ങളിൽ നോക്കിയാണ് ആ പരിശുദ്ധാത്മാവ് എന്തുമാത്രം ആ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സമാധാനമില്ലാത്ത കാലഘട്ടമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കുട്ടികളും യുവജനങ്ങളും എല്ലാം ആനന്ദം തേടി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടെ ചെന്നാൽ ആനന്ദം കിട്ടും, ഏത് പരീക്ഷ ജയിച്ചാൽ ആനന്ദത്തിനുള്ള വഴി കിട്ടും, ഏത് സിനിമ കണ്ടാല്, ഏത് മാധ്യമങ്ങൾ ഉപയോഗിച്ചാൽ ആനന്ദം കിട്ടും എന്ന് തേടി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലേക്ക് വന്ന വ്യക്തികൾക്കറിയാം, യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത് ആത്മാവിലുള്ള ആനന്ദമാണ്, ദൈവത്തിലായിരിക്കുന്നതിന്റെ ആനന്ദമാണ്. ഒരു മനുഷ്യൻ തേടുന്ന എല്ലാ സന്തോഷങ്ങളുടെയും പൂർണിമ ഈശോയിൽ മാത്രമേ കണ്ടെത്താനായിട്ട് കഴിയൂ. നമ്മളുടെ ചുറ്റും നടക്കുന്ന കുട്ടികളും യുവജനങ്ങളുമായിട്ട് നിരന്തരം ഇടപെടുന്ന ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത് 10-30 കുട്ടികളുണ്ട്. അവരുടെയൊക്കെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെല്ലാം അസ്വസ്ഥരാണ്, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല,
ദൈവത്തിന് സ്വയം വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ആത്മാവിനെ അവർക്ക് തൊട്ടനുഭവിക്കാൻ പറ്റുന്നില്ല. എന്നാൽ എല്ലാവർക്കും ആനന്ദം വേണം. യഥാർത്ഥമായ സന്തോഷം എന്താണെന്നറിയാതെ നശ്വരമായ സന്തോഷത്തിന്റെ പുറകെ പോകുന്ന ഈ ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആനന്ദം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ അതൊക്കെ ഒരല്പം പകർന്നു കൊടുത്താൽ അവരുടെ ജീവിതത്തിന് മാറ്റം വരും. അതാണ് ഫലങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നുള്ളൂ. ഇങ്ങനെ ഈ ഫലങ്ങളുള്ള നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുന്നത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത്? എഫേസ്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അപ്പോൾ ദൈവം വസിക്കുന്ന ആത്മാവ് വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. അതാണ് പരിശുദ്ധാത്മാവിന്റെ ആലയം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു മനോഹരമായ ടൈൽസൊക്കെ ഇട്ട ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമ്മൾ ചെരുപ്പൊക്കെ പുറത്തൂരി വെച്ചിട്ട് പൊടിയൊക്കെ പറ്റാതെ അകത്തേക്ക് പ്രവേശിക്കും. എന്നാൽ അത്രയും വൃത്തിയില്ലാത്ത ചാണകം മെഴുകിയ അല്ലെങ്കിൽ സിമെന്റ് കീട്ട വൃത്തിയില്ലാത്ത ഒരു വീട്ടിലേക്കാണെങ്കിൽ ചെരുപ്പൊക്കെ ചിലപ്പോൾ നമ്മൾ കാലയിലിട്ടുകൊണ്ട് പ്രവേശിക്കും. അപ്പം നമുക്കറിയാം ഒരു വീടിനെ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, എങ്ങനെ നശിപ്പിക്കാതിരിക്കണമെന്ന്. അതേപോലെ തന്നെയാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഈ പാപകരമായ എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്യാതിരിക്കുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് എൻ്റെ ആലയത്തെ പരിശുദ്ധാത്മാവിന്റെ ഭവനമായിട്ട് സൂക്ഷിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അതിന് വിപരീതമായ എല്ലാ പ്രവൃത്തികളും ഈ ഭവനത്തെ നശിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന് എതിരായ തിന്മയാണ്. അങ്ങനെ തിന്മയുടെ വഴിയെ നടക്കുന്ന, തിന്മയുടെ ചാച്ചിലുകളിലേക്ക് പോകുന്ന ഒരു ജനത്തിന്റെ മുമ്പിലാണ് നമ്മൾ നമ്മുടെ ജീവിതം, നമ്മുടെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, ആത്മാവിലുള്ള ജീവിതത്തിന് സാക്ഷി നൽകുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തില് പൗലോസ്ലീഹ ഒരു കാര്യം പറയുന്നുണ്ട്. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളോടെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആർക്കും അറിയത്തില്ല വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന്. നമ്മൾ കുറെ സ്തുതിക്കും, കുറെ യാചനകൾ ചൊല്ലും, കുറെ പാട്ടുകൾ പാടും. അതൊക്കെ പ്രാർത്ഥനയാണെന്നുള്ള വിചാരത്തോടെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തിലുള്ള നമ്മുടെ മനോഭാവത്തെ എടുത്ത് ദൈവത്തിന് സമർപ്പിക്കുവാണ്. അതാണ് യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ വാക്കുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും. എന്നാൽ നമ്മൾ ഒരു നെടുവീർപ്പിടുമ്പോൾ ആ നെടുവീർപ്പ് ഒരു പ്രാർത്ഥനയായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈ നെടുവീർപ്പ് പിതാവിന് സമർപ്പിക്കുകയാണ്. അതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും, പ്രാർത്ഥിക്കുവാനുള്ള നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും അതിശയിപ്പിക്കുന്ന വിധത്തില് നമ്മുടെ ആത്മാവിൽ പ്രാർത്ഥനയുടെ വരം അങ്ങനെ പരിശുദ്ധാത്മാവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് കടന്നു വരുവല്ല, പരിശുദ്ധാത്മാവ് മഴ പോലെ വരികയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, വർഷിക്കണമേ, ചൊരിയണമേ, ഇറങ്ങി വരണമേ, നിറയണമേ, കവിഞ്ഞൊഴുകണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. അതെന്താണ്? പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്, ധാരധാരയായിട്ട് ഒഴുകി ഇറങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിയുകയാണ്, മഴ പോലെ വർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആത്മാവിലുള്ള പാപകരമായ ചിന്തകളെ മാറ്റി വിശദീകരിച്ച് നമ്മുടെ ആത്മാവിന്റെ നെടുവീർപ്പുകളും യാചനകളും പ്രാർത്ഥനകളും ദുഃഖങ്ങളും ദൈവത്തിലേക്കുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഉയർത്തല് പോലും മനോഹരമായ പ്രാർത്ഥനയാക്കി സമർപ്പിക്കാനായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതാണ് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാത്ത നമ്മളെ അവാച്യമായ നെടുവീർപ്പുകളാൽ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന് നമ്മുടെ പ്രാർത്ഥനകളെ വിട്ടുകൊടുക്കുക, നമ്മുടെ പ്രാർത്ഥനയാകുന്ന മനോഭാവത്തെ വിട്ടുകൊടുക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. അവസാനമായിട്ട്
ഈ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയില് എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ജീവിതത്തില് എങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു? പരിശുദ്ധാത്മാവ് സഭയില് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് കൂദാശകളുടെ സാന്നിധ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നു. പാപമോചനം എന്ന വരദാനത്തിലൂടെ, വിശുദ്ധ കുർബാനയാകുന്ന ദൈവിക ദാനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക്, സഭയിലേക്ക് പരിശുദ്ധാത്മാവ് കുറേശ്ശെ കടന്നു വരുന്നുണ്ട്. നമ്മളത് തിരിച്ചറിയുന്നില്ല. കാരണം അതുമായിട്ട് നിരന്തരം ഉപയോഗിച്ച് എല്ലാ മാസത്തിലും കുമ്പസാരിച്ച്, എല്ലാ 15 ദിവസവും കുമ്പസാരിച്ച് പാപമോചനം എന്ന ആ പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് മനസ്സിലാകാതെ പോവുകയാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കണ്ട് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനം നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. നമുക്ക് ജ്ഞാനസ്നാന വേളയിൽ പരിശുദ്ധാത്മാവിനെ കിട്ടി, അത് നമുക്ക് ഓർമ്മയില്ല. സ്ഥൈര്യലേപനത്തിൽ കിട്ടി, അതും നമുക്ക് ഓർമ്മയില്ല. പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനകളില്, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളില്, വിശുദ്ധ കൂദാശകളിലൂടെയുള്ള നമ്മുടെ പങ്കുചേരലില് ഒക്കെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായ ബന്ധം പുലർത്താനായിട്ട് സാധിക്കും. ഈശോയിൽ പ്രവർത്തിച്ച, പരിശുദ്ധ അമ്മയിൽ പ്രവർത്തിച്ച, സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് വ്യക്തിപരമായിട്ട് തൊട്ടറിയാം, സ്നേഹിക്കാം, ആലോചന ചോദിക്കാം, പറഞ്ഞു തരും. ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം, പരിശുദ്ധാത്മാവേ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട്, എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവെ, ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്, എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മശക്തിയുടെ, ബുദ്ധിയുടെ, അറിവിന്റെ, ജ്ഞാനത്തിന്റെ ഒക്കെ അരൂപിയാണ്. ഈശോയിലുള്ള എല്ലാ വരദാനങ്ങളും ചൊരിയുന്ന അരൂപിയാണ്. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. അവിടുന്ന് വരും. വിളിക്കുന്നിടത്ത് വരുന്ന, സ്നേഹിക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് ഓരോ നിമിഷവും കാതോർത്ത് ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.